ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗ്യാസ് അതുപോലെ തന്നെ നമ്മുടെ സമയം, നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് എളുപ്പമാകാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് തീർച്ചയായും 100% യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ ചാക്സൺ തെർമൽ റൈസ് കുക്കർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ചോറ് മാത്രമായിരിക്കും മിക്ക വീടുകളിലും വെക്കാറല്ലേ. എന്നാൽ ഇത് അത് മാത്രമല്ല, ഒരുപാട് ഉപയോഗം ഇതിനെക്കൊണ്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ പണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ടല്ലേ. ഇപ്പോൾ രാവിലെ അതായത് ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം അടക്കം നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഇനി അല്ലാത്തവർക്കും നമ്മുടെ ജോലി ഭാരം ഉണ്ടല്ലോ നല്ല രീതിക്ക് കുറയാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു റൈസ് കുക്കറിൽ ഞാൻ ഒരു തോരൻ, ബീൻസിൻ്റെ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മിക്ക വീടുകളിലും ഇത് ചോറ് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഒട്ടുമിക്ക പേർക്കും ഇതിന് ഇത്രയും വലിയ ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അതായത് ഇതാ ഞാൻ ചോറ് ഇപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഒറ്റത്തള തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് മെല്ലെ ഇറക്കി വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ ചോറ് ഒറ്റത്തള തിളക്കാൻ വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിത് ആ ബീൻസും കൂടെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബീൻസിൻ്റെ അകത്ത് നമ്മൾ ചേർക്കാനുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. പച്ചപ്പറങ്കി, അതുപോലെ ഉള്ളി, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഇനി ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ബീൻസും കൂടെ വെച്ചിട്ടുണ്ട്. ബീൻസിൽ കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. ബീൻസിൽ ഇത്രപാട് വെള്ളം ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഞാനത് അടച്ച് വെച്ചേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ രാവിലെ ആയിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത്. കണ്ടില്ലേ, നമ്മുടെ ബീൻസ് തോരൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഫോൾട്ട് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. ഞാൻ സാധാരണ നമ്മൾ അടുപ്പത്തൊക്കെ വെക്കുന്ന പോലെ, വറവിൽ വെക്കുന്ന പോലെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് തോരൻ ഇപ്പുറത്തേക്ക് ഇട്ടിട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നോർമലി നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ കുറച്ച് തേങ്ങയും കടുകും പൊട്ടിച്ചിട്ട് ഇതാ ഒന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക മാത്രം കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കുക, നമ്മൾ തോരനിൽ അത്രയധികം വെള്ളം ആഡ് ചെയ്യേണ്ടിയിരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അടുപ്പിൽ വെച്ചിട്ടോ ഇതാക്കുന്ന പോലെ പാകം ചെയ്തെടുത്ത പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് സക്സസ് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എപ്പോഴും ഇതിൽ തന്നെ പാകം ചെയ്യാൻ നമുക്ക് ഇത് മാത്രമല്ല, ഏത് തോരനായിക്കോട്ടെ, നമുക്ക് കറി, നമുക്ക് ബിരിയാണി വരെ ഈ ഒരു സാധനത്തിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളതിൻ്റെ പാകം നോക്കിയിട്ടാണ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ തോരനൊക്കെ റെഡിയായതിന് ശേഷം എന്താ നമ്മൾ ചോറ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വാർക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കാടമുട്ട നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് മകന് വേണ്ടിയിട്ടാണ്. അവൻ പ്ലേ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അത് വേവണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം എന്താ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് സമയത്ത് അത് പാകമായിക്കോളും. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്തു നോക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം. ഞാനത് ഏകദേശം ഒരു ടൈം ആയപ്പോഴത്തേക്കും, അത്ര വേവില്ല സാധനമല്ലല്ലോ, അപ്പം ഞാൻ എന്നാലും കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു സാധനവും ഇതിൻ്റെ ആ ഒരു ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഇതിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ കറികളൊക്കെ ആണെങ്കിൽ തന്നെ ഇതിൽ വെച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഞാൻ മെയിനായിട്ട് നമ്മുടെ സമയവും നമ്മുടെ ഗ്യാസും ലാഭിക്കാനുള്ള ഒരു അടിപൊളി വഴിയാണ്. ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഇനി ഇതുപോലുള്ള തോരനൊക്കെ മിക്കവാറും വെക്കുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.